സ്വപ്നങ്ങൾ രണ്ടു തരത്തിൽപ്പെട്ടവയുണ്ടെന്നും അവയ്ക്ക് വരാൻ പോകുന്ന ഫലങ്ങളെ അറിയിക്കുവാനുള്ള ശക്തിയുണ്ടെന്നും വിശ്വസിക്കുന്നു. ആയതിനാൽ ഭാരതീയ ആചാര്യന്മാർ സ്വപ്നങ്ങളെ സുസ്വപ്നങ്ങളെന്നും ദുസ്വപ്നങ്ങളെന്നും വേർതിരിച്ചിരിക്കുന്നു. രാത്രിയുടെ 1-ാം യാമത്തിൽ കാണുന്ന സ്വപ്നങ്ങളുടെ ഫലം 1 വർഷം കൊണ്ടും 2-ാം യാമത്തിൽ കാണുന്ന സ്വപ്നങ്ങളുടെ ഫലം 6 മാസം കൊണ്ടും 3-ാം യാമത്തിൽ കാണുന്ന സ്വപ്നങ്ങളുടെ ഫലം 3 മാസം കൊണ്ടും 4-ാം യാമത്തിൽ കാണുന്ന സ്വപ്നങ്ങളുടെ ഫലം 15 ദിവസം കൊണ്ടും അരുണോദയത്തിൽ കാണുന്ന സ്വപ്നങ്ങളുടെ ഫലം 7 ദിവസം കൊണ്ടും അനുഭവപ്പെടുന്നതാണെന്ന് അഭിജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സുസ്വപ്നങ്ങൾ പർവ്വതശിഖരത്തിലോ മാളികപ്പുറത്തോ ആന, കുതിര, കാള എന്നിവയുടെ പുറത്തോ വെളുത്ത പുഷ്പങ്ങളുള്ള വൃക്ഷത്തിൻ്റെ മുകളിലോ ആകാശത്തിലോ കയറിയതായി കാണുക. നാഭിപ്രദേശത്ത് പുല്ലുമുളച്ചതായി കാണുക. തലയിൽ വെളുത്ത പൂക്കൾ ചൂടുന്നതായോ തലമുടി നരച്ചതായോ കാണുക. കഴുത്തിനു മീതെ നിരവധി ശിരസ്സുകൾ പൊട്ടിമുളയ്ക്കുന്നതായി കാണുക. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ പിടിച്ചതായും അവയെ കയ്യിൽ പിടിച്ചിരിക്കുന്നതായും കാണുക. ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നതായി കാണുക. ജലധാര, ഭൂമി എന്നിവയെ ഗ്രഹിച്ചിരിക്കുന്നതായി കാണുക. ധ്വജം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായി കാണുക. രക്താഭിഷേകമോ രക്തമോ കാണുക. പായസമോ പച്ചമാംസമോ ഭക്ഷിക്കുന്നതായി കാണുക. ശത്രുക്കളുടെ മേൽ വിജയം വരിച്ചതായി കാണുക. ചൂതുകളിയിലും പന്തയത്തിലും ജയിച്ചതായി കാണുക. ദേവന്മാരിൽ നിന്നോ ഗുരുഭൂതന്മാരിൽ നിന്നോ അനുഗ്രഹം നേടുന്നതായി കാണുക. ക്ഷീരപാനം, മദ്യപാനം എന്നിവ ചെയ്യുന്നതായി കാണുക. നിർമ്മല വിഹായസിൽ നീന്തുന്നതായി കാണുക. അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതായി കാണുക. പശു, എരുമ ഇത്യാദി മൃഗങ്ങളുടെ ക്ഷീരം കുടിക്കുന്നതായി കാണുക. ചന്ദ്രനിൽ നിന്ന് കിനിയുന്ന കുളിർ ജലത്താൽ അഭിഷേകം ചെയ്യുന്നതായി കാണുക. വീണ മീട്ടുന്നതായി കാണുക. ഗൃഹാദികളിൽ അഗ്നി പിടിച്ചിരിക്കുന്നതായി കാണുക. മരിച്ചതായോ തലമുറിഞ്ഞതായോ കാണുക. അധികാര ചിഹ്നങ്ങൾ ലഭിച്ചതായി കാണുക. ആന, കുതിര, പശു എന്നീ മൃഗങ്ങളും സ്വർണ്ണാഭരണങ്ങളും സ്വപ്നത്തിൽ കാണുന്നത് നല്ലതാണ്. ശുഭ്രവസ്ത്രം, തെളിനീര്, കായ്ച്ചു നിൽക്കുന്ന വൃക്ഷം, തെളിഞ്ഞ ആകാശം എന്നിവയിൽ ഏതെങ്കിലും സ്വപ്നത്തിൽ കാണുന്നത് ശുഭലക്ഷണമാണ്. അടുത്തത് ദുസ്വപ്നങ്ങളാണ്. എള്ളു ചേർത്ത ആഹാരമോ പക്ഷിമാംസമോ എണ്ണയോ ഭക്ഷിച്ചതായി കാണുക. നാഭിയൊഴികെയുള്ള ശരീരാവയവങ്ങളിൽ പുല്ലും ചെടികളും മുളച്ചിരിക്കുന്നതായി കാണുക. ചുവന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിന്മേലോ ഒട്ടകം, കഴുത, പന്നി, നായ മുതലായ മൃഗങ്ങളുടെ മുതുകിലോ കയറിയതായി കാണുക. കല്യാണച്ചടങ്ങ്, വിവാഹപ്പന്തൽ, സ്വന്തം വിവാഹം എന്നിവ കാണുക. സർപ്പങ്ങളെ കൊന്നതായി കാണുക. താമരപ്പൂക്കളും ലോഹങ്ങളും കിട്ടിയതായി കാണുക. ഊഞ്ഞാലിൽ ആടുന്നതായി കാണുക. ഉയർന്ന സ്ഥലത്തു നിന്ന് താഴേക്ക് ചാടുന്നതായോ വീഴുന്നതായോ കാണുക. വീണാവാദ്യ വിനോദങ്ങളിലേർപ്പെട്ടിരിക്കുന്നതായി കാണുക. ഗാനങ്ങൾ ആലപിച്ചതായി കാണുക. ശിരോമുണ്ഡനം ചെയ്തതായി കാണുക. നഗ്നനായി നിൽക്കുന്നതായിട്ട് കാണുക. അഴുക്കുപുരണ്ട വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നതായി കാണുക. ശിരസിൽ ഓടിൻ്റെ പൊടി വിതറുന്നതായി കാണുക. ശരീരത്തിൽ ചെളി പുരണ്ടതായി കാണുക. എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്നതായി കാണുക. കന്യകമാരെ ആലിംഗനം ചെയ്യുന്നതായി കാണുക. പട്ടടമേൽ കയറിയതായോ ശ്മശാനത്തിൽ പോയതായോ കാണുക. കാഷായ വസ്ത്രങ്ങൾ ധരിച്ചതായി കാണുക. രക്താംബരങ്ങളും രക്തപുഷ്പങ്ങളും അണിഞ്ഞിരിക്കുന്നതായി കാണുക. ശത്രുക്കളിൽ നിന്ന് ആപത്തുകളും അപമാനവും ഏർപ്പെട്ടതായി കാണുക. ഗൃഹങ്ങൾ പൊടി പിടിച്ചു കിടക്കുന്നതായി കാണുക. ധാതുക്കൾ പിളർന്നതായി കാണുക. അനുഭവ സമ്പത്തുക്കൾ നശിച്ചതായി കാണുക. ദക്ഷിണഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതായി കാണുക. വ്യാധിസ്ഥനായി കിടക്കുന്നതായി കാണുക.
അവയവങ്ങൾക്ക് വൈകല്യം സംഭവിച്ചതായി കാണുക. ചാണകം കലർത്തിയ വെള്ളത്തിലോ കലങ്ങിമറിഞ്ഞ വെള്ളത്തിലോ കുളിച്ചതായി കാണുക. മേൽ വിവരിച്ച സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ ഉറക്കത്തിൽ കാണുകയാണെങ്കിൽ ആ വിവരം മറ്റാരോടും പറയരുത്. സ്വപ്നം കണ്ടതിനു ശേഷം കുളിക്കുകയോ ഈശ്വര പ്രാർത്ഥനയോടെ വീണ്ടും കിടന്നുറങ്ങുകയോ ചെയ്യാവുന്നതാണ്. ദോഷപരിഹാരത്തിനായി തിലഹോമം ചെയ്യുന്നത് ഫലപ്രദമാണ്. സ്വപ്നദോഷ പരിഹാരത്തിന് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെയും സൂര്യൻ, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നീ ദേവന്മാരെയും ആരാധിച്ച് പൂജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് 21 കുറയാതെയുള്ള ക്ഷേത്ര പ്രദക്ഷിണവും ആൽമര പ്രദക്ഷിണവും നടത്തുന്നതും പരിഹാരമാകുന്നതാണ്. സ്തോത്രങ്ങൾ, സൂക്തങ്ങൾ എന്നിവ ജപിക്കുന്നതും ദുസ്വപ്ന ദർശനത്തിനുള്ള പ്രതിവിധികളാകുന്നു. സുസ്വപ്നങ്ങളാണ്, നല്ല സ്വപ്നങ്ങളാണ് കണ്ടതെങ്കിൽ അന്ന് രാത്രിയിൽ പിന്നീട് ഉറങ്ങരുത്. അതിരാവിലെ സ്നാനകർമാദികൾക്ക് ശേഷം ശുഭ്രവസ്ത്രധാരിയായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി ദേവനെ പ്രാർത്ഥിച്ച് സ്തുതിച്ചാൽ ഒട്ടും വൈകാതെ ഫലസിദ്ധികളുണ്ടാവുന്നതാണ്.